ശരി, വളരെ നന്ദി ശ്രീ ടി കെ രാജ്മോഹൻ പ്രതികരിച്ചതിന്. വളരെ വിചിത്രമായൊരു കേസ് തന്നെയാണ്. അദ്ദേഹം പറഞ്ഞതുപോലെ വളരെ വിചിത്രമായൊരു കേസാണിത്. നിറയെ വെല്ലുവിളികൾ നിറഞ്ഞതാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക്. കാരണം 2 വർഷങ്ങളിൽ സംഭവിച്ചൊരു കാര്യമാണ്. ഇതിലെ തെളിവുകളും എല്ലാം കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. നിലവിലിപ്പോൾ ഇന്നെന്തായാലും ഈ കുട്ടികളെ കുഴിച്ചിട്ട കുഴികൾ തുറന്നുള്ളൊരു പരിശോധന നടത്തും എന്നുള്ളതാണ് അറിയുന്നത്. ഇപ്പോൾ മറ്റത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റായിട്ടുള്ള ഷാൻഡോ KJ ടെലിഫോൺ ലൈൻ ചെയ്യുന്നുണ്ട്. ശ്രീ ഷാൻഡോ, ഇപ്പോൾ ഈ ഒരു സംഭവം ഇന്നലെയാണ് പുറത്തറിയുന്നത്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് അറിയാൻ ലഭിക്കുന്ന വിവരങ്ങൾ? കൂടുതൽ ഇപ്പൊ നമ്മൾ എല്ലാവരും മാധ്യമങ്ങളിൽ കൂടെ അറിഞ്ഞൊരു വിഷയം തന്നെയാണ് നമ്മളും അറിഞ്ഞേക്കണത്. കാരണം അതിനു മുൻപ് അങ്ങനെ ആരും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ സംഭവം നമ്മുടെ ഇവിടെ നടന്നിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ ഈ കുട്ടി ഇങ്ങനെ പ്രസവിച്ചിട്ടുണ്ടെന്നുള്ളത് പോലും നമുക്ക് ആർക്കും ആ നാട്ടുകാർക്ക് പോലും അറിയാവുന്ന ഒരു കാര്യമല്ല. സംഭവിക്കാൻ പാടില്ലാത്തൊന്ന് സംഭവിച്ചു. ഇവരെ രണ്ടുപേരെയും താങ്കൾക്ക് പരിചയമുണ്ടോ? രണ്ടാളെയും പരിചയമില്ല. പെൺകുട്ടിയാണ് ഞങ്ങളുടെ പഞ്ചായത്തിലുള്ളത്. 1-ാം വാർഡിലാണ് പെൺകുട്ടിയുടെ വീട് വരുന്നത്. നൂലുവള്ളി പ്രദേശം. അത് നമ്മുടെ പഞ്ചായത്തിന്റെ ഒരു അതിർത്തിയാണ് 1-ാം വാർഡ് വരുന്നത്. പയ്യന്റെ വീട് അളകപ്പ ആമ്പല്ലൂരാണ്. ഇപ്പൊ ഈ പോലീസ് പറയുന്നത് ഇന്നിപ്പോൾ ഇന്നലെ തെളിവെടുപ്പുണ്ടായിരുന്നു. ഇനി ഈ കുഴികൾ മാന്തിയുള്ള ഒരു തെരച്ചിലേക്കൊക്കെ പോവുകയാണ്. ഇതിപ്പോൾ ശരിക്കും ഒരു ഞെട്ടിപ്പിക്കുന്ന കാര്യം തന്നെയല്ലേ? കാരണം വർഷങ്ങൾക്ക് 2021-ലും 2024-ലും സംഭവിച്ച കാര്യങ്ങളാണ്. അതിലിപ്പോൾ ഈ ഗർഭിണിയാണ് എന്നുള്ളത് മറച്ചു വെക്കാൻ അവർ തുണി കൊണ്ട് കെട്ടി എന്നൊക്കെ പറയുന്നു. യൂട്യൂബ് നോക്കി പ്രസവിച്ചു എന്ന് പറയുന്നു. ഇതൊക്കെ ശരിക്കും നമുക്ക് ഞെട്ടലോടെ അല്ലാതെ ഒന്നും കേൾക്കാൻ കഴിയാത്തൊരു കാര്യങ്ങൾ തന്നെയല്ലേ? തീർച്ചയായിട്ടും നമുക്കിപ്പോ പെട്ടെന്ന് കേൾക്കുമ്പോൾ വിശ്വസിക്കാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ടല്ലോ. നമ്മളൊരു സാധാരണ നമ്മളുടെ വീടുകളിലായാലും ഞാൻ 3 കുട്ടികളുടെ അച്ഛനാണ്. അപ്പൊ നമ്മുടെ വീട്ടിലൊരു പ്രസവം ഉണ്ടാകുമ്പോ എന്താണ് അതിന്റെ ഒരു പ്രൊസീജിയർ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. നാട്ടുകാരും പൊതുവിലൊരു ബോധം ഇതിനെ കുറിച്ച് ഉണ്ടാവും. പക്ഷെ അത് ചിലപ്പോ ചില അറിവുകളിൽ നമ്മളുടെ ശ്രദ്ധയിൽ പെടാണ്ട് പോണ കാര്യങ്ങളുണ്ടാവാം. ഈ കാര്യങ്ങളൊന്നും ഈ പെൺകുട്ടിയുടെ വീട്ടുകാരിതൊന്നും അറിഞ്ഞിരുന്നില്ലേ? ഈ പെൺകുട്ടിയുടെ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? അതുപോലെ തന്നെ ഈ യുവാവിന്റെയും വീട്ടിൽ ആരൊക്കെയാണുള്ളത്? അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ അറിയോ? യുവാവിന്റെ കുടുംബത്തിനെ കുറിച്ച് നമുക്ക് വലിയ കാര്യമായിട്ട് അറിയില്ല. പെൺകുട്ടിയുടെ വീട്ടിലെ അമ്മയും ചേട്ടനാണുള്ളത്. വീട്ടുകാർ അറിഞ്ഞിരുന്നോ എന്നുള്ളത് നമുക്കറിയില്ല. കാരണം ഇങ്ങനെ ഒരു സാഹചര്യം നമ്മൾ മുൻപ് അന്വേഷിക്കേണ്ടതില്ലല്ലോ. നമ്മൾ ഇന്നലെ ഈ ഒരു വിഷയം അറിഞ്ഞപ്പോൾ തന്നെയാണ് നാട്ടിലെല്ലാവരും ഇത് അറിഞ്ഞിട്ടുള്ളൂ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന്. ഇപ്പൊ പോലീസ് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്? ഇന്നലെ തെളിവെടുപ്പൊക്കെ ഉണ്ടായിരുന്നു. അതിലൊക്കെ എന്തെങ്കിലും പോലീസിന്റെ ഭാഗത്ത് നിങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല, കൂടുതൽ വേറെ വിവരങ്ങളൊന്നും പോലീസ് നടത്താനിട്ടില്ല. കാരണം അത് പോലീസ് തന്നെയാണല്ലോ ഔദ്യോഗികമായിട്ട് പറയേണ്ടതും. നമ്മള് തെറ്റായ രീതിയിലുള്ളൊരു ഇൻഫർമേഷൻ നമ്മൾ സമൂഹത്തിൽ കൊടുക്കുന്നതും ബുദ്ധിമുട്ടാണ്. കാരണം ഇങ്ങനത്തെ സംഭവം നടന്നു. അവരുടെ കുടുംബത്തില് ഇതുമായി ബന്ധപ്പെട്ട് വിഷമം അനുഭവിക്കുന്ന ഒരുപാട് മറ്റാൾക്കാരുണ്ടാവും. മനഃപൂർവ്വം അവർക്കും കൂടി ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരു കാര്യമല്ലേ. അപ്പൊ ഞാൻ അവിടുത്തെ ജനപ്രതിനിധി എന്നുള്ളൊരു നിലയിൽ നമ്മൾ അങ്ങനെ തെറ്റായ, അതായത് ശരിയല്ലാത്തൊരു വാർത്ത പറയുന്നത് ശരിയല്ല. അപ്പൊ അതുകൊണ്ട് ഔദ്യോഗികമായിട്ട് പറയേണ്ട ആൾക്കാർ പോലീസ് തന്നെയാണ്. അതിന്റെ ഡീറ്റെയിൽ അവർ തന്നെ പറയും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.